പുതിയടിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്, മകീരം. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിൽ കാണിക്കുന്നത്. ഹലോ. അപ്പോൾ ഇന്ന് ആശുക്കുട്ടൻ്റെ പിറന്നാളാണ്. കർക്കിടകത്തിലെ മകീര നാളാണ്. നമ്മളെല്ലാ വർഷവും ആശുക്കുട്ടൻ്റെ പിറന്നാളിന് ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. നമ്മൾ മാത്രം വീട്ടിലൊരു കൊച്ചു സദ്യയൊക്കെ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ അവൻ്റെ എല്ലാ പിറന്നാൾ ആഘോഷിക്കാറ്. ഡേറ്റ് വരുമ്പോഴാണ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം അതുപോലെ തന്നെയാണ്, നമ്മൾ മാത്രമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ സദ്യയൊക്കെ ആയിട്ട് നമുക്ക് പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എന്തോ അപ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ ഒന്ന് നോക്കി ആ സൈഡിൽ കാണാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സാമ്പാറൊക്കെ വെച്ചു, കാരണം നമുക്ക് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ആദ്യം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ അവിയൽ വെക്കാമെന്ന്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അവിയൽ വെക്കുക. അവിയൽ ഞാനങ്ങനെ വെക്കാത്തൊരു കറിയാട്ടോ. മുൻപ് വെച്ചതാണ്, കുറേ നാളെ അവിയലൊക്കെ വെച്ചിട്ട്. നോക്കിട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. അവിയൽ, പിന്നെ പാലക്കാടമ്മയുടെ ഒരു മസാലക്കറി. അത് ഈ പറഞ്ഞ പോലെ പാലക്കാടമ്മ വെക്കണം അത്ര ആവില്ല. ചില കറികളുണ്ട് ഓരോരുത്തർ വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. അങ്ങനെ ഒരു കറിയാണ് പാലക്കാടമ്മ വെക്കണ മസാലക്കറി, ഉരുളക്കിഴങ്ങിട്ടിട്ട്. അത് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമുക്ക് അവിയലിന് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് അവിയലിന് അരിയണം നല്ല ഇഷ്ടമാട്ടോ. അങ്ങനെ നീളത്തിൽ പല സ്ഥലത്തും പല രീതിയിലല്ലേ അവിയൽ വെക്കുന്നത്. പാലക്കാടൊന്നും അവിയൽ ഉരുളക്കിഴങ്ങ് ചേർക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്. എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ. പിന്നെ ചില സ്ഥലത്ത് പാവയ്ക്കും തക്കാളിയൊക്കെ ചേർക്കണുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ എന്തായാലും പാവയ്ക്കും തക്കാളിയും ചേർക്കില്ല. പക്ഷെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് കേട്ടോ. പിറന്നാളുകാരൻ ഒരു പാട്ട് പാടിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പാടാമോ? ആശുകൂടെ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പടം വരയ്ക്കും, നന്നായിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യും അല്ലേ? പിന്നെ നല്ലതായിട്ട് ഞാൻ ഓരോന്ന് നമ്മുടെ ഷിപ്പ് എൻജിനീയർ പോലെ. ആൾക്ക് ഷിപ്പും ഫ്ലൈറ്റൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൻ്റെ പണികളാണ് ഇവിടെ ഡെയിലി കേട്ടോ. അപ്പോൾ പാട്ട് പാടും കേട്ടോ. അപ്പോൾ പാട്ട് പാടണം കേട്ടോട്ടോ എല്ലാവരും. ഒരു പാട്ട് പാടിക്കുന്നേ. അത് വേണ്ട, അതെല്ലാവരും കേട്ടതാ. തീരുക്കി തന്നെ പാട്. ഏതു പൊന്നിന്റെ തട്ടാരേ, ഏതു പൊന്ന് ഏതു പൊന്ന് തീയൊരുക്കി ദിന്ദിന ദിന്ദിന ദിത്തകിളാട്ടി ദിന്ദിന ദിന്ദിന തീയൊരുക്കി ദിത്തകിളാട്ടി ചേരുത്തുരുമാരതില്ല ഏതു പൊന്നിന്റെ തട്ടാലേ, ഏതു പൊന്ന് ഏതു പൊന്ന്. അടിപൊളി, സൂപ്പറല്ലേ? ആ ഗുരുവായൂരേകാദശി കൂടെ പഠിക്കണേ. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുന്നു, വരികാട്ടുക വരികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാൻ പശുവേ വിൽനാവേ, അമകം തോതൂരേതുക നാരായണ നാമം, അതിനാരായണ നാമം. നെയ്യുമ്പോൾ പീനാദരവി സങ്കീർണവും ഓടക്കുലൂതുന്നു കാണില്ല ഭഗവാൻ, ചൂടുന്നൊരു തിരുമുടിയോ മരവേഗം. അടിപൊളി. ഇവർ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു സൈലൻറ്റ് ബേബി അല്ല, എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. പക്ഷെ ഹരിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ട്വിസ്റ്റാണ്. പിന്നെ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് മേളമാണ്. അപ്പം കാണുന്ന ആശുക്കുട്ടൻ ഡിഫറെൻ്റാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാന്ന് നോക്കുമല്ലേ. അച്ഛന്മാർ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, തലകുത്തി മറിയുക, മേത്ത് കിടന്നുരുളുക,
ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഹരിയാട്ടൻ്റെ കൂടെ. നല്ല ഇഷ്ടം. ആ തന്നെ എന്ത് പായസം വേണ്ടേ? ഉള്ള പായസം തന്നെ മതി. ഞാനപ്പോൾ അവിയലിനൊക്കെ അരിഞ്ഞെടുത്തു, പിന്നെ മസാലക്കറിക്ക് അരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തോരൻ അരിയണം. അപ്പം ആശുപത്രിനോട് തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം. ആശുപത്രിനോട് എനിക്ക് ക്യാബേജിനെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചിട്ടാൽ മതി മോനെ. അതുകൊണ്ട് ആശുപത്രി അരിഞ്ഞേക്കണേ അരിക്കട്ടെ. അപ്പം ഇതിലാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, കൈ മുറിയില്ല കേട്ടോ. എൻ്റെ ചെയ്യട്ടെ അമ്മ, അടുത്ത് ചെയ്യട്ടെ. അത് ചെയ്യാം. അപ്പം അമ്മയ്ക്ക് അടുത്ത പണി ചെയ്യാം കേട്ടോ. ഞാൻ അരിയാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവന് നിർബന്ധം, അവൻ അരിഞ്ഞു തരാണ്. സാറില്ല, പഠിക്കട്ടെ. അതാകുമ്പോൾ സേഫാണ്, കയ്യിലൊന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൊടുത്തത്. അപ്പോൾ അവിയലിൻ്റെ ഒന്നും റെസിപ്പി നമ്മൾ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ്. എനിക്കാണ് അവിയൽ വയ്ക്കാൻ വലിയ പിടുത്തമില്ലാത്ത. ഞാൻ വെറുതെ ഇട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിയൽ വയ്ക്കാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വിളക്ക് വയ്ക്കണം, അവന് ഫുഡ് കൊടുക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. ഹരിയായിട്ട് ഉച്ചയാകുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ താങ്ക് യു. അപ്പോൾ ഈ ആശുക്കുട്ടൻ ക്യാബേജൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തന്നു കേട്ടോ. താങ്ക് യു പെണ്ണേ, നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഇപ്പോൾ എൻ്റെ പണിയൊന്നുമില്ല, കളിച്ചോ പോയിട്ട്. കുഞ്ഞിൻ്റെ പണി കഴിഞ്ഞു, കുഞ്ഞു പോയി കളിച്ചോ. കുക്കിംഗ് ബോറടിക്കണില്ലേ? ഇഷ്ടമാണോ കുക്കിങ്? ഓക്കെ, എന്നാൽ പിന്നെ മോനെ ചെയ്തതൊക്കെ ഒന്ന് എടുത്തു വെക്കാമോ? അവിടെ അടുക്കി വെക്കാമോ? കുറച്ച് മതി കേട്ടോ. വെളിച്ചെണ്ണ തോരൻ വെക്കണ കേട്ടോ. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു പാകമുണ്ട് കേട്ടോ. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ വേണം നമ്മൾ തോരൻ്റെ അതിട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ. കുക്കിങ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്തൊക്കെ വെച്ചെന്നറിയോ? ചോറ്, സാമ്പാർ, അവിയൽ, മസാലക്കറി, തോരൻ, പായസം, പപ്പടം വറുത്തു, പിന്നെ അച്ചാർ നമ്മൾ മേടിച്ചു കേട്ടോ. കാരണം ഞാൻ ഇട്ട അച്ചാർ മീനച്ചാറായിരുന്നു, അത് കഴിഞ്ഞു. സദ്യക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹരിയേട്ടൻ മിക്സ്ഡ് അച്ചാർ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഹരിയേട്ടൻ വന്നു. മുടി മൊത്തം പോയല്ലേ? മുടി മൊത്തം പോയിട്ട് ഒരു സോപ്പ് അലർജി ഒന്നും ഇരിക്കണം. നിറയെ മുടിയായി, തിക്ക് മുടിയായിട്ട് വന്ന ആളാണ് 3 കൊല്ലം കൊണ്ട് അല്ലേ? ദുബായിലെ സമ്പാദ്യം, ആകെയുള്ള സമ്പാദ്യത്തോടുള്ള മുടിയൊക്കെ പോയി. ഓ പിന്നെ എന്താ പറയാൻ വന്നേ? ഞാൻ എന്താ പറയാൻ വന്നു? സദ്യക്കായി. സദ്യക്കായി, അതല്ല വേറെന്താ, മുടിയുടെ കാര്യം പറയാൻ വന്നതാ. സദ്യക്കായി സാമ്പാർ, അവിയൽ, തോരൻ, പിന്നെ മസാലക്കറി, പപ്പടം, പഴം, പായസം, ഇതെല്ലാം ഒരുക്കിയത് ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അന്ന് ക്യാബേജിന് മുഴുവൻ അരിഞ്ഞു തന്നത് ആശുപത്രിയിലാണ്. അച്ചുകുട്ടിയാണോ? ഫുൾ മറ്റേ ചോപ്പർ വെച്ചാണ് ചെയ്തെന്നെങ്കിലും ഞാൻ ഓർത്തില്ല. അത്രയും വൃത്തിയായിട്ട് അവനത് ചെയ്യും ഞാൻ ഓർത്തില്ല. ഗുഡ്, നല്ല വൃത്തിയായിട്ട്. അപ്പൊ ഇനിയിപ്പോ വിളക്ക് വയ്ക്കാം, ഭക്ഷണം കഴിക്കാം അല്ലേ? പിറന്നാൾ സദ്യ കഴിക്കാം. കുഞ്ഞു രീതിയിൽ നമ്മളൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് കറികളൊന്നുമില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ തോരൻ, പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിയലാണ് ചെയ്തത്. പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. രാവിലെ ഉണ്ടാക്കിയതാണ് സാമ്പാർ, പഴം. പിന്നെ ഇതാണ് നമ്മളുടെ പാലക്കാടമ്മയുടെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മസാലക്കറി. പിന്നെ നമ്മളുടെ അച്ചാർ മേടിച്ചു കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കി, ചോറുണ്ടാക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ നമുക്കിനി വിളക്ക് വയ്ക്കാം അല്ലേ?
ആശുക്കുട്ടിന് ഞാനിവിടെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഞാൻ എന്നും വിളക്ക് തെളിയിക്കുമ്പോൾ അവൻ വരും, ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ തീ ആയതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പേടിയാണ്. എന്നാലും ആൾ അടുത്തിരുന്ന് ഹെൽപ്പൊക്കെ ചെയ്യുവേ. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഏപ്രിൽ മാസവും പിന്നെ ഈ ചിങ്ങം കർക്കിടകം ആ ഒരു സമയത്തും നല്ല രസമാട്ടോ. കാരണം ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരണതും വിഷു വരണതും. അതുപോലെ തന്നെ കർക്കിടകം ചിങ്ങം ആ ഒരു സമയത്താണ് മോൻ്റെ പിറന്നാൾ വരണതും നമ്മളുടെ ഓണം വരണതും. അപ്പോൾ ഈ രണ്ട് സമയത്തും ഏകദേശം ഒരു ആഘോഷത്തിൻ്റെ മൂടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെച്ചു, ഭഗവാനെ നേദ്യം സമർപ്പിച്ചു. ഇനി നമ്മളുടെ പിറന്നാളുകാരന് ചോറ് കൊടുത്താലോ? അപ്പൊ എനിക്ക് ബനാന വേണോ? ഇവിടെ ഇരിക്കട്ടെ ട്ടാ. അവിയൽ. അവിയന്റെ കുവിയന്റെ അടിവിടിയാ കുണ്ടരണ്ട മഴവന്റെ സോണമോണമ യന്ത്രകാരം മണവന്റെ കുണ്ടവമ്മന്റെ കുണ്ടപ്പണ്ടവട്ടം മടമട. ഹലോ മാഡം, കുറച്ച് ചോറ് കൂടട്ടെ? എല്ലാവരും വിളിപ്പേടി. പിറന്നാളുകാരനെ ചോറങ്ങനെ തനിയെ വാരി കഴിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെ കഴിച്ചോളും. പക്ഷെ ചോറ് ഞാനാണ് വാരി കൊടുക്കാറ്. സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ടിഫിൻ മാത്രം മതി. അപ്പോൾ സ്പൂണൊക്കെ കൊടുത്തു വിട്ട് അവൻ തന്നെ മാനേജ് ചെയ്തോളും. പക്ഷെ ചോറ് തനിയെ വാരി കഴിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവനെ മാത്രം ഇരുത്തി ഞങ്ങളിങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരു നാണം ഉണ്ടായോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഉച്ചയായപ്പോഴേക്കും പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കി നമ്മൾ സന്തോഷമായിട്ട് അവന് വാരി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പായസം കഴിക്കാൻ പോണ്. എൻ്റെ അമ്മയാണ് ഈ പായസം ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം ഉണ്ടാക്കി തരാം. എൻ്റെ അമ്മ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. എങ്ങനെയുണ്ടായി? അടിപൊളി, സദ്യ അടിപൊളി. ഞാൻ ഇത് ഭാഗത്തേക്ക് ഒന്നും പോയിട്ടില്ല. ഉച്ചയ്ക്ക് അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്കൊന്നും പോയില്ല. സോ വരുമ്പോഴേക്കും സദ്യ എൻ്റെത്തിങ് A to Z കാര്യങ്ങളൊക്കെ റെഡിയുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സൂപ്പർ. ഇപ്പം ഞങ്ങൾ പായസം നമ്മുടെ പഴവും പപ്പടമൊക്കെ ഇട്ട് കുഴച്ചിട്ടുണ്ട്. ഒരു ബോള് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പാലടയുടെ കൂടെ. അപ്പം ഞാൻ എന്തായാലും മധുരമൊക്കെ നിറയുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പായസം മാറ്റി വെച്ചു. അപ്പം ഞാനതാണ് മധുരം അധികം ഇല്ലാത്ത പായസമാണ് ഞാൻ കഴിക്കുന്നത്. ആശം മധുരമുള്ള പായസം. പാലട, പപ്പടം, പഴം, അടിപൊളി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. പിറന്നാളുകാരൻ ഇനി കുറച്ച് നേരം ഉറങ്ങണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.